രോഗത്തിന്റെ ഭാരങ്ങളുമായി നിന്റെ ആലയത്തിലേക്ക് കടന്നു വന്നവരുണ്ട്. ഹൃദയം നുറുങ്ങിയ മനസ്സുമായി തമ്പുരാനെ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നവരുണ്ട്. മക്കളെ ഓർത്ത് നെടുവീർപ്പിട്ടുകൊണ്ട് വന്നവരുണ്ട്. കുടുംബത്തെ ഓർത്ത് ദൈവീക സമാധാനത്തിനു വേണ്ടി കടന്നു വന്നവരുണ്ട്. നീ അല്ലാതെ ഞങ്ങൾക്ക് അഭയമില്ല. യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നതെന്ത്? കഷ്ടമെടുത്തിരിക്കയാൽ നീ മറഞ്ഞിരിക്കുന്നതും എന്തെന്ന് സങ്കീർത്തനക്കാരൻ ചോദിക്കും പോലെ തമ്പുരാനെ, നീ ദൂരത്തായിരിക്കരുതേ. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് പറയും പോലെ തമ്പുരാനെ, നിന്റെ അനുഗ്രഹം വാങ്ങിയിട്ടല്ലാതെ നിന്റെ സന്നിധി വിട്ടു പോകുവാൻ ഞങ്ങൾക്ക് ഇടയാകരുതേ. ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ വിശ്രമിപ്പിക്കണമേ. നീതിമാന്മാരുടെ കൂടാരങ്ങളിലെ മഹത്വരൂഹ അവരെ താങ്ങണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അതിപ്പോഴും എപ്പോഴും എന്നുവന്നേക്കും തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഭാരതത്തിന്റെ രാഷ്ട്രപിതാവിനെ കുറിച്ച്, മഹാത്മാഗാന്ധിജിയെ കുറിച്ച് ലോക പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്: ഇതുപോലെ മജ്ജയും മാംസവും നമ്മളെപ്പോലെ ചോരയും മാംസവും ഉള്ള ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറകൾക്ക് അതൊരു അതിശയമായി ഇരിക്കും. ഇതുപോലെ ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറകൾക്ക് അതൊരു അതിശയമായിരിക്കും. പരിശുദ്ധനായ പരിമല കൊച്ചുതിരുമേനിയെ കുറിച്ച് പറഞ്ഞാലും ഈ വാക്കുകൾ ഏറ്റവും അനുയോജ്യമാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ നമ്മുടെയൊക്കെ പൂർവ്വപിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നും നമ്മളെപ്പോലെ ജീവിച്ചിരുന്നു എന്നും കാലം ചെയ്തു എന്നും ഒക്കെ പറഞ്ഞാൽ ഒരു തലമുറയ്ക്ക് ഇത് വിശ്വസിക്കുവാനായിട്ട് സാധിക്കുമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയെ ചിലപ്പോൾ ഈ തലമുറ അറിയും. പക്ഷേ ഒരു മനുഷ്യനായി ജീവിച്ച് ജീവിതത്തിന്റെ എല്ലാ കഷ്ടനൊമ്പരങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ലോകം വിട്ടുപോയ പരിമല തിരുമേനിയെ ഈ തലമുറ അറിയുമോ എന്ന് ഒന്നുകൂടി ചിന്തിക്കണം. ആരാണ് പരിമല കൊച്ചു തിരുമേനി എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം കണ്ടെത്തുവാൻ ചരിത്ര പുസ്തകങ്ങളൊന്നും നമ്മൾ പുറകിലേക്ക് മറിച്ചു നോക്കേണ്ട കാര്യമില്ല. പ്രധാന പെരുന്നാളായ ആ മനുഷ്യന്റെ ഓർമ്മയെ കഴിക്കുന്ന നവംബർ 2-ന് ആ കബറിന്റെ ചുവട്ടിൽ ഒരു തിരി കത്തിക്കുവാൻ വേണ്ടി മണിക്കൂറുകളോളം ഊഴം കാത്തു നിൽക്കുന്ന ഒരു ജനസാഗരത്തെ നോക്കിയാൽ മതിയാകും ആരാണ് പരിമല കൊച്ചു തിരുമേനി എന്ന് ചോദ്യത്തിന് ഉത്തരം കിട്ടും. എന്താണ് ആ പരിശുദ്ധന്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ ആ പുണ്യവാന്റെ കിടക്കയോട് ചേർന്ന് നിൽക്കുന്ന ആ കണ്ണാടിക്കൂട്ടിൽ പതിഞ്ഞിരിക്കുന്ന കണ്ണുനീർ കണങ്ങളെ എണ്ണി നോക്കിയാൽ മതിയാകും. ഒരു മനുഷ്യൻ ജീവിതം കൊണ്ടും ജീവിതാന്ത്യം കൊണ്ടും ഇങ്ങനെ നമ്മെ വിസ്മയിപ്പിക്കുവാൻ തുടങ്ങിയിട്ട് ഒത്തിരി നൂറ്റാണ്ടുകൾ ആയി. കിളിക്കൂട്ടിൽ നിന്ന് കുഞ്ഞിക്കിളി അറിയാണ്ട് താഴെ വീണ് മണ്ണിലെ തണുപ്പിലിരുന്ന് കിടുകിടാ വിറയ്ക്കുന്നത് പോലെയുള്ള ജീവിതാനുഭവങ്ങളുമായി നമ്മളൊക്കെ ആ കബറിങ്കലേക്ക് ഓടിക്കൂടുമ്പോൾ കണ്ണുനീരോടെ ആ പരിശുദ്ധന്റെ കബറിന് മുമ്പിൽ ഹൃദയഭാരങ്ങളെ തുറന്നു വെക്കുമ്പോൾ ഒരു അരുവിയിലൂടെ ഒരു പുഴയിലൂടെ മുഖമൊന്ന് കഴുകി തോർത്തിയതുപോലെ സമാധാനത്തോടെ തിരിച്ചു വരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിതം അത്രമേൽ പരിശുദ്ധമായിരുന്നു എന്നാണ് അതിനുള്ള ഉത്തരം.
എത്രയോ നിലവിളികൾക്ക് ഉത്തരം നൽകിയ മണ്ണാണ് ആ പുണ്യവാന്റെ കബറുറങ്ങുന്ന പരുമല. ചോദ്യം കിട്ടാത്ത അനേക ജീവിതങ്ങൾക്ക് ഉത്തരം കിട്ടിയ മണ്ണാണ് ആ പരിശുദ്ധന്റെ മണ്ണ്. നമ്മുടെ കാരിച്ചാൽ പള്ളിയോടും ആ പരിശുദ്ധന്റെ പുണ്യപാദങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. സ്വകാര്യ കത്തുകളും ഡയറികളും ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയുടെ. ആ കൂട്ടത്തിൽ ഇങ്ങനെ പരതി നോക്കുമ്പോൾ ഞാൻ എണ്ണിയത് ശരിയാണെങ്കിൽ ഒരു 10-15 പ്രാവശ്യം കാരിച്ചാൽ പള്ളിയിൽ നിന്ന് ഇന്നാൾക്ക് അയക്കുന്നതെന്ന് പറഞ്ഞ് ആ തിരുമേനി അനേക കത്തുകളും ഡയറി കുറിപ്പുകളും ഒക്കെ എഴുതി വെച്ചതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരിച്ചാൽ പള്ളിയിൽ താമസിച്ചുകൊണ്ട് ചേപ്പാട്ടെ വ്യക്തികൾക്ക്, കാർത്തിക പള്ളിയിലെ പ്രമാണിമാർക്ക്, പള്ളിക്കാർക്ക് സെമിനാരി പണിക്ക് വേണ്ടിയിട്ട്, ഓടിനൊക്കെ വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി കത്തുകൾ മീനമാസത്തിൽ അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ കാരിച്ചാൽ ദേശത്ത് നിന്നുകൊണ്ട് ആ പിതാവ് എഴുതിയതായി ചരിത്ര പുസ്തകങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ പുണ്യവാന്റെ തൃപ്പാദ സ്പർശം ഏറ്റുവാങ്ങിയ നമ്മുടെ ദേവാലയവും ഈ പ്രദേശവും ഒക്കെ ആ പുണ്യവാന്റെ ഓർമ്മയെ അനുസ്മരിക്കുകയും ആ ജീവിതത്തെ പകർത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കട്ടെ. അഗസ്തീനോസ് എന്ന പിതാവ് പഠിപ്പിച്ചു, വിശുദ്ധന്മാരെ കാണുക, അവരെ അനുകരിക്കുക, അവരെ പോലെ ആയിത്തീരുക. പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയെ കാണുവാനും അനുകരിക്കുവാനും ആ പുണ്യജീവിതം പോലെ ആയിത്തീരുവാനുമുള്ള ഒരു ശ്രമമാണ് നമ്മുടെ പെരുന്നാളുകൾ. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പൂർവ്വപിതാക്കന്മാർ എഴുതി വെച്ചത്, കർത്താവേ, ഞങ്ങളുടെ പെരുന്നാളുകളെ നിന്റെ ബലിപീഠത്തിന്റെ കോണുകൾ വരെ ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിക്കണമേ. തമ്പുരാന്റെ തിരുശരീര രക്തങ്ങൾ ഇറങ്ങി വസിക്കുന്ന ബലിപീഠത്തോട് നമ്മെ ചേർത്ത് നിർത്തുന്നതാണ് ഓരോ പെരുന്നാളുകളും. ആ പുണ്യവാന്റെ ഓർമ്മ ആ ബലിപീഠത്തോട് എന്നെയും നിങ്ങളെയും കൂടുതൽ അടുപ്പിക്കട്ടെ. ഒരു കിളിക്കൂട് പോലെ ആ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ ഇങ്ങനെ ഇരുന്ന് ആ പരിശുദ്ധന്റെ നാമത്തെ ഓർത്ത് നമ്മുടെ ഹൃദയഭാരങ്ങളെയൊക്കെ ഇറക്കി വെക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ചേക്കേറുവാൻ ഒരു ചില്ല ആ പരുമലയിൽ സമ്മാനിച്ചിട്ടാണ് മാമുനി പാട്ടു നിർത്തിയത്. അവിടേക്ക് നമുക്ക് ചേക്കേറാം. ഹൃദയ നൊമ്പരങ്ങളെ അറിയുന്ന, വേദനകളെ ആശ്വസിപ്പിക്കുന്ന, നിലവിളികൾക്ക് ഉത്തരം തരുന്ന ആ പുണ്യവാന്റെ ജീവിതം നമുക്ക് അനുഗ്രഹത്തിനായി തീരട്ടെ. നമ്മുടെ പെരുന്നാളുകളെ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് അല്പസമയം ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവകൃപയിൽ ശരണപ്പെടുന്ന വേദഭാഗം യോശുവ പ്രവാചകന്റെ പുസ്തകത്തിലെ 9-ാം വാക്യം. യോശുവ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ കുറച്ച് വാചകങ്ങളാണ് അല്പസമയം ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. യോശുവ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ഈ വാക്യത്തിന്റെ പശ്ചാത്തലം നമുക്കൊക്കെ അറിയാം. ഇസ്രായേൽ ജനതയുടെ ചരിത്രം എന്ന് പറയുന്നത് അവർ ദൈവത്തെ പരീക്ഷിക്കുകയും ദൈവത്തോട് തെളിവ് ചോദിക്കുകയും ദൈവത്തോട് മത്സരിക്കുകയും ചെയ്ത കഥകളാണ്. മരുഭൂമിയുടെ യാത്രയിൽ വെള്ളം ലഭിക്കാതെ വന്നപ്പോൾ അവർ പിറുപിറുക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ അവർ ചോദിക്കുന്നു, കർത്താവ് നമ്മുടെ കൂട്ടത്തിൽ ഇല്ലയോ? അവരുടെ വലിയ നേതാവായ മോശയോട് പോലും അവർ മത്സരിക്കുകയാണ്.
നീ ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഈ കടലിൽ മുങ്ങി മരിക്കുവാൻ വേണ്ടിയിട്ടാണോ? ഇറച്ചി കിട്ടാതെ വന്നപ്പോ അവർ മോശയോട് പരാതിയും കലഹങ്ങളും ഉയർത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ജനതയെ നയിക്കുവാൻ വേണ്ടി ദൈവം യോശുവയെ തെരഞ്ഞെടുക്കുമ്പോൾ യോശുവ ജീവിതത്തിൽ പതറിപ്പോവുകയാണ്. ഇസ്രായേൽ മക്കൾക്ക് അതിശയങ്ങളായിരുന്നു അവരുടെ ദൈവം. അടയാളങ്ങളിലായിരുന്നു അവർ ദൈവത്തെ കണ്ടെത്തിയിരുന്നത്. കലഹമുള്ള ഒരു ജനതയെ നയിക്കുവാൻ വേണ്ടി ദൈവം യോശുവയെ തെരഞ്ഞെടുക്കുമ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ നടുവിലായി പോയ യോശുവയെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി യഹോവയായ ദൈവം പറയുന്ന വാചകങ്ങളാണ്: ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന്. ഈ രാത്രിയിൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹൃദയഭാരങ്ങളുമായി ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നവരോട് യഹോവയായ ദൈവം പറയുന്നു: ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കുക. ജീവിതത്തിന്റെ വല്ലാത്ത ഭാരങ്ങളും ചുമന്ന് പ്രാരാബ്ധങ്ങളുടെ ഭാണ്ഡക്കെട്ടുകളും പേറി വരുന്നവരോട് യഹോവയായ ദൈവം പറയുന്നു: ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുക. എന്തായിരുന്നു യോശുവയുടെ പ്രയാസം? ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വലിയ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകണം. ആരെങ്കിലുമൊക്കെ എതിർനിന്ന് വരുമ്പോൾ അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണം. യെറീഹോ പട്ടണം പിടിച്ചെടുക്കണം. അതുപോലെ തന്നെ ഈ വലിയ ജനതയ്ക്ക് താമസിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം, വെള്ളം കൊടുക്കണം, ഭക്ഷിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം. ബലഹീനനായി തോന്നിയ ആ യോശുവ പെട്ടുപോയല്ലോ ദൈവമേ എന്നോർത്ത് ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഉഴലുമ്പോൾ ആ പ്രതികൂലതകളുടെ നടുവിൽ ആ മനുഷ്യനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ദഹിപ്പിക്കുന്ന അഗ്നി എന്ന് മറുപേരുള്ള ഇസ്രായേലിന്റെ യഹോവ പറയുകയാണ്: ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക, നിന്നോടൊപ്പം ഞാനുണ്ട്. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുള്ളത് കൊണ്ട് നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഈ ഉറപ്പ് കിട്ടാത്ത അനേക മനുഷ്യര് ജീവിത പ്രാരാബ്ധങ്ങൾക്ക് നടുവിൽ ദൈവസന്നിധിയിൽ നിന്ന് ഒളിച്ചോടി പോകുന്നതായി തിരുവചനങ്ങളിൽ നാം കാണുന്നുണ്ട്. സംഖ്യാപുസ്തകം 11-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ മോശ ദൈവത്തോട് പറയുകയാണ്: യഹോവേ, ദയ വിചാരിച്ച് എന്നെ കൊന്നുകളയണമേ. ഞാൻ മുന്നമേ സൂചിപ്പിച്ചതുപോലെ ഇറച്ചി കിട്ടാതെ വന്നപ്പോൾ ഇസ്രായേൽ മക്കൾ മോശയോട് ബഹളം വെച്ചു. ഈ ജനതയുടെ പ്രാക്കും അലച്ചിലും കണ്ടുകൊണ്ട് മടുത്തുപോയ മോശ യഹോവയാം ദൈവത്തോട് പറയുകയാണ്: ദയ വിചാരിച്ച് എന്നെ കൊന്നുകളയണമേ. ഇയ്യോബിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഇയ്യോബ് ദൈവത്തോട് ചോദിക്കുന്നുണ്ട്: ഞാൻ തുണയില്ലാത്തവനല്ലയോ? രക്ഷ എന്നെ വിട്ടുമാറിയോ? വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ യിരെമ്യാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുകയാണ്: നീ സദാകാലം ഞങ്ങളെ മറക്കുന്നതും ദീർഘകാലം ഞങ്ങളെ ഉപേക്ഷിക്കുന്നതും എന്ത്? ഏലിയാവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആത്മാവിന് തീ പിടിച്ചു നടന്നൊരു പ്രവാചകനായിരുന്നു ഏലിയാവ്. ആകാശത്തു നിന്ന് തീ ഇറക്കിക്കൊണ്ടുവന്നവനായിരുന്നു ഏലിയാവ്. സെറാഫത്തിലെ വിധവയിൽ അത്ഭുതങ്ങളെ സൃഷ്ടിച്ചവനായിരുന്നു ഏലിയാവ്. പക്ഷെ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങൾക്ക് നടുവിൽ, പ്രതിസന്ധികൾക്ക് നടുവിൽ ആ ചൂരച്ചെടിയുടെ ഇടയിൽ കടന്നുകൊണ്ട് യഹോവയോട് പറയുകയാണ്: യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ ഏലിയാവിന്റെ നിലവിളി കേൾക്കുന്നുണ്ട്.
ദാവീദ് വലിയ രാജാവൊക്കെയായിരുന്നു. പക്ഷേ തന്റെ മകൻ പോലും തനിക്കെതിരായി നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുവാൻ കോപ്പുകൂട്ടുമ്പോൾ ജീവിതം മടുത്തുപോയ ദാവീദ് രാജാവ് ഇങ്ങനെ വിലപിക്കുന്നുണ്ട്, പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അനേക പ്രയാസങ്ങളിലും പ്രതിസന്ധികളിൽ കൂടിയും നമ്മൾ കടന്നു പോകേണ്ടതായി വരും. പ്രതികൂലതകളൊക്കെ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ വല്ലാണ്ട് നോവിക്കുമ്പോ നമ്മളൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുവാനായിട്ട് വല്ലാതെ വ്യഗ്രതപ്പെടാറുണ്ട്. സങ്കീർത്തനക്കാരൻ 139-ാം സങ്കീർത്തനം 7-8 വാചകങ്ങളിൽ ചോദിക്കുന്നുണ്ട്, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുമുണ്ട്. സങ്കീർത്തനക്കാരൻ ദൈവത്തോട് ചോദിക്കുകയാണ്, എവിടെ ഓടിയാലും എവിടെ ഒളിച്ചാലും ദൈവം കൂടെ ഉണ്ടാകും. അനേക ഭാരങ്ങളുമായി ജീവിക്കുന്ന അനേകം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. വലിയവരൊക്കെ വീണുപോയി, പിന്നെയാണ് നിസ്സാരരും ബലഹീനരുമായ നമ്മളൊക്കെ സാധാരണ മനുഷ്യര്. ദൈവം കൂട്ടിവെക്കുന്ന കനലുകളെയൊക്കെ കെടുത്തിക്കളയുവാൻ ആർക്കാണ് സാധിക്കുന്നത്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ കനലുകളെ ദൈവം കൂട്ടിവെക്കുവാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ കനലുകളെ കെടുത്തിക്കളയുവാൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കുകയില്ല. ശ്രീരാമനെ കുറിച്ചൊരു കഥ കേട്ടിട്ടുണ്ട്. വനവാസത്തിന് പോകുന്ന സമയത്ത് വല്ലാണ്ട് തളർന്നുപോയ ശ്രീരാമൻ കാട്ടിലെ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കുവാൻ വേണ്ടി തന്റെ അമ്പും വില്ലും ഊരിയെടുത്തിട്ട് ഒരു മരത്തിന്റെ പൊത്തിലേക്ക് ആഞ്ഞു കുത്തിക്കയറ്റിയിട്ട് കാലും കൈയും മുഖവും ഒക്കെ കഴുകി ആ ജലാശയത്തിലെ വെള്ളം കുടിക്കുവാനായിട്ട് പോയി. തിരികെ വരുമ്പോൾ തന്റെ അമ്പും വില്ലും എടുക്കുവാനായിട്ട് വരുന്ന ശ്രീരാമൻ കാണുന്നത് ആ പൊത്തിനകത്തൊരു തവള ഇരിപ്പുണ്ടായിരുന്നു, തവളക്കുഞ്ഞ്. ആ തവളക്കുഞ്ഞിന്റെ വായിലേക്കാണ് ഈ അമ്പും വില്ലും ശ്രീരാമൻ കുത്തിക്കയറ്റി വെച്ചത്. വെള്ളം കുടിക്കാനുള്ള വെപ്രാളത്തില് ഈ തവളക്കുഞ്ഞിനെ ആ ശ്രീരാമൻ കണ്ടില്ലത്രേ. തിരിച്ചു വരുമ്പോ ശ്രീരാമൻ ചോദിക്കുകയാണ്, തവളക്കുഞ്ഞെ, ഞാൻ എന്റെ ധൃതിയിൽ നിന്നെ ശ്രദ്ധിക്കാണ്ടങ്ങ് പോയി. അത്രമേൽ ഞാൻ ദാഹിച്ചിരിക്കുകയായിരുന്നു. എന്നാ നിനക്കൊന്ന് കരഞ്ഞുകൂടായിരുന്നു? ഉറക്കം നീ ഒന്ന് കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ കാണുമായിരുന്നുവല്ലോ. ഈ തവളക്കുഞ്ഞ് തിരിച്ചു പറയുകയാണ്, ആപത്ത് വരുമ്പോ രാമനെ വിളിച്ച് കരയണമെന്നാണ് അമ്മ പഠിപ്പിച്ചിട്ടുള്ളത്. രാമൻ തന്നെ അപകടം വരുത്തുമ്പോഴോ ഞാൻ പിന്നെ ആരെയാണ് വിളിച്ച് കരയേണ്ടത്? ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്നവരെ, ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ദൈവം നമുക്ക് ചില സങ്കടങ്ങളും ചില കണ്ണുനീരുകളും ഒക്കെ തരും. ഈ ദൈവം നമുക്ക് കണ്ണുനീരിനെ തരുമ്പോൾ ആരോടാണ് നമ്മൾ പകരമായിട്ട് ചോദിക്കുക? പരിമല തിരുമേനി തന്നെ പറയുന്നുണ്ട്, ജീവിതത്തിൽ കണ്ണുനീരും സങ്കടങ്ങളും ഒക്കെ വരുമ്പോ ദൈവത്തിന്റെ കോപമാണെന്ന് കരുതിക്കൊണ്ട് കൂടുതൽ ദൈവത്തോട് അടുക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണമെന്ന്. ദൈവത്തോട് കൂടുതൽ അടുക്കുവാനാണ് പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില സങ്കടങ്ങളൊക്കെ തരുന്നത്. മിഴിനീരിലിട്ടുരുക്കിടുന്നു ഭുവനൈക ശില്പി, മേൽത്തരം പണിത്തരങ്ങളായി തീരുവാൻ. കണ്ണുനീരിലിട്ട് നമ്മളെ ഇങ്ങനെ ഉരുക്കിടും. എന്തിനാണെന്ന് ചോദിച്ചാൽ വില കൂടിയ ആഭരണങ്ങളാക്കി മാറ്റുവാൻ. മിഴിനീരിലിട്ടുരുക്കിടുന്നു ഭുവനൈക ശില്പി, മേൽത്തരം പണിത്തരങ്ങളായി തീരുവാൻ. വല്ലാത്ത ഭാരങ്ങളും പേറിയാണ് ഇന്നത്തെ മനുഷ്യൻ മുന്നോട്ട് ജീവിക്കുന്നത്. ഒരു പ്രഷർ കുക്കർ പോലെ അകത്ത് നിന്നിങ്ങനെ വിങ്ങുകയാണ്. വെളിയിലിങ്ങനെ തീ അകത്തേക്ക് പോകുകയാണ്. ഉള്ളിലിങ്ങനെ വീർപ്പുമുട്ടലുകൾ കൊണ്ട് ഒന്ന് തുറന്നു പറയുവാൻ പോലും, ഒന്ന് പൊട്ടിക്കരയുവാൻ പോലും കഴിയാത്ത ഹൃദയഭാരങ്ങൾ കൊണ്ട് ജീവിക്കുന്ന അനേകം ആളുകളെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്.
കഴിഞ്ഞ നാളുകളിലുണ്ടായ പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ നമ്മൾ മറന്നു കളയുവാൻ സാധ്യതയില്ല. 2 ആത്മഹത്യകൾ, കേരളത്തെ ഞെട്ടിച്ചു കളഞ്ഞ 2 ആത്മഹത്യകൾ. ഒന്ന്, എറണാകുളത്തെ ഒരു വലിയ പേര് കേട്ട ഒരു ഡോക്ടർ, നെഫ്രോളജിസ്റ്റ്. അദ്ദേഹം വൃക്കയൊക്കെ മാറ്റിവെക്കുന്ന വലിയ സർജറികളൊക്കെ നടത്തുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഫാം ഹൗസിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്, പ്രായമൊക്കെയായി ശസ്ത്രക്രിയ ചെയ്യുവാൻ കഴിയുന്നില്ല, കൈവിരലുകളൊന്നും പഴയതുപോലെ ചലിക്കുന്നില്ല, ജീവിച്ചിട്ടിനി കാര്യമില്ല. പണമില്ലാഞ്ഞിട്ടാണോ? പ്രശസ്തിയില്ലാഞ്ഞിട്ടാണോ? മക്കളില്ലാഞ്ഞിട്ടാണോ? സൗഭാഗ്യകരമായ കുടുംബജീവിതങ്ങളില്ലാഞ്ഞിട്ടാണോ? ഒരു നിമിഷത്തെ തോന്നലിൽ വീർപ്പുമുട്ടി നിൽക്കുന്ന മനുഷ്യരൊക്കെ ജീവിതം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി പോകുന്നു. മറ്റൊരാത്മഹത്യയായിരുന്നു ഷൈനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് റെയിൽവേ ട്രാക്കിലേക്ക് കയറി നിന്നു. ഭർത്താവിൽ നിന്നുള്ള തുടർച്ചയായ ഉപദ്രവങ്ങളും സങ്കടങ്ങളും ഒന്നും സഹിക്കാതെ ജീവിതം ഇനിയും മുന്നോട്ട് പോകുകയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളുമായി ജീവിതം അവസാനിപ്പിക്കുവാൻ വേണ്ടി ഒരമ്മ തന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് റെയിൽവേ ട്രാക്കിലേക്ക് കയറി നിൽക്കുകയാണ്. ആ ട്രെയിൻ ഓടിച്ച ആ മനുഷ്യൻ, ആ ഡ്രൈവർ പിന്നീട്, ലോക്കോ പൈലറ്റ് പിന്നീട് പറയുകയാണ്, പല പ്രാവശ്യം ഞാൻ ഹോൺ മുഴക്കി മാറട്ടെ എന്ന് വിചാരിച്ച്. അതിലൊരു കുട്ടി പിന്മാറാൻ ശ്രമിച്ച് ട്രാക്കിൽ നിന്ന് ഓടുമ്പോഴും അമ്മ അവളെ അകത്തേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്ത് വെക്കുന്നു. ജീവിതത്തിൽ ചില കയ്പ് നിറഞ്ഞ അനുഭവങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ അനേക മനുഷ്യരിന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടി മാറി ആത്മഹത്യയിലേക്കും ദുശീലങ്ങളിലേക്കും ഒക്കെ കടന്നു പോകുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയക്കുകയില്ല. കാര്യം എന്താണെന്നറിയാമോ? നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. തീച്ചൂളകളിലിടാത്ത ദൈവം ക്രിസ്ത്യാനിയുടെ ദൈവമല്ല. സിംഹക്കുഴികളിലിടാത്ത ദൈവം ക്രിസ്ത്യാനിയുടെ ദൈവമല്ല. തീച്ചൂളകളിലിട്ടാലും തീച്ചൂളകളുടെ നടുവിലും, സിംഹക്കുഴികളിലിട്ടാലും സിംഹക്കുഴികളുടെ നടുവിലും നിന്ന് മകനെ മകളെ എന്ന് വിളിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത്, കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ജീവിതത്തിന്റെ നഷ്ടങ്ങൾ വന്നാലും തമ്പുരാൻ കൂടെയുണ്ട്. ഏത് ജീവിതത്തിന്റെ തീച്ചൂളകളിൽ നിങ്ങൾ കടന്നുപോയാലും, ഏത് സിംഹക്കുഴികളിൽ കൂടി കടന്നുപോയാലും ഓർത്തുപോകുക, വിരല് പിടിച്ച് മോനെ മോളെ എന്ന് വിളിക്കുന്ന ഒരു ദൈവം എനിക്കും നിങ്ങൾക്കുമുണ്ട്. വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, നിന്റെ സകല വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് അവന്റെ മാലാഖമാരോട് കൽപ്പിക്കും. ജീവിതത്തിൽ വീണുപോകാവുന്ന പല നിമിഷങ്ങളിലും ദൈവം തന്റെ കാവൽ മാലാഖമാരെ അയച്ചു തന്നത് ഓർക്കുന്നില്ലേ? സാമ്പത്തിക ഞെരുക്കങ്ങൾ കൊണ്ട്, കുടുംബ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ കൊണ്ട്, മാറാ രോഗങ്ങൾ കൊണ്ട്, സാമ്പത്തിക ഞെരുക്കങ്ങൾ കൊണ്ട് ജീവിതത്തിന്റെ കൂരിരിൽ കൂടി കടന്നുപോയപ്പോ ദൈവം തന്റെ കാവൽ മാലാഖമാരെ അയച്ച് നമ്മുടെ കണ്ണുനീരിനെ തുടച്ച ജീവിതാനുഭവങ്ങളെ നമ്മൾ ഓർക്കുന്നില്ലേ? ദാവീദിനോട്, ദാനിയേലിനോട് ചോദിക്കുക. ദാനിയേൽ പറയും, എന്റെ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. ദാനിയേലിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നടുവിൽ സിംഹങ്ങളുടെ വായടപ്പിക്കുവാൻ ഒരു ദൈവം അവന് വേണ്ടി എണ്ണിറ്റു വന്നു. ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾക്ക് നടുവിൽ ദൈവം ദൂതന്മാരെ അയക്കുമെന്ന് വിശ്വസിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? സങ്കീർത്തനക്കാരൻ 34-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്നു.
ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളും ഭാരങ്ങളും ജീവിതവുമായി മല്ലടിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ യഹോവയായ ദൈവം നമുക്ക് തരുന്ന ഉറപ്പാണ്, ഞാൻ നിന്നോട് കൂടെയിരിക്കും. ഉറപ്പും ധൈര്യവും ഉള്ളവരായി തീരുക എന്നുള്ളത്. ദൈവം കൂടെയിരിക്കുമെങ്കിൽ, സങ്കടങ്ങളിൽ കണ്ണുനീരിൽ കൂടെയിരിക്കുമെങ്കിൽ, പിന്നെ നമ്മളൊക്കെ എന്തിനാണ് വല്ലാണ്ട് ഭാരപ്പെടുന്നത്? അവന് നന്ദി പറയുവാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ കണ്ണുനീരിന്റെ ജീവിതാനുഭവങ്ങളിൽ, നമ്മളുടെ സങ്കടങ്ങളുടെ നടുവിൽ പലപ്പോഴും നമ്മൾ ദൈവത്തെ പരാതി പറയും, ദൈവത്തോട് പരാതി പറയാറുണ്ട്. പരാതി പറയുമ്പോൾ ദൈവം നമ്മുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു പോകും. നമ്മളെല്ലാം ഒറ്റയ്ക്കാണെന്ന് തോന്നിപ്പോകും. ദൈവം പോലും ജീവിതത്തിൽ നമ്മളെ ഉപേക്ഷിച്ചു എന്ന് തോന്നിപ്പോകും. അനുദിനമുണ്ടാകുന്ന സങ്കടങ്ങളും കണ്ണുനീരും ഒക്കെ വരുമ്പോ സാധാരണ മനുഷ്യരായ നമ്മൾക്ക് ദൈവം കൂടെയുണ്ടെന്നൊരു തോന്നലൊന്നും അന്നേരം ഉണ്ടാകുകയില്ല. ദൈവം നമ്മുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു പോകും. പരാതിയും പരിഭവങ്ങളും നമ്മൾ ഇങ്ങനെ വല്ലാണ്ട് പറയുമ്പോ, എന്നാൽ ദൈവത്തെ കാണുവാൻ കണ്ണുകൾക്ക് നൽകിയിരിക്കുന്ന വെളിച്ചത്തിന്റെ പേരാണ് കൃതജ്ഞത. ഹൃദയം നന്ദി കൊണ്ട് നിറയുമ്പോൾ ഇരുട്ടിന് നടുവിലും ദൈവത്തിന്റെ മുഖത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഏതു തകർച്ചയിലും നമ്മൾ തനിച്ചല്ല, നമ്മുടെ കൂടെ ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുവാനും പ്രതീക്ഷിക്കുവാനും നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ചൊല്ലുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇങ്ങനെയൊക്കെ പ്രതീക്ഷയോടുകൂടി പ്രത്യാശയോടുകൂടി പറയുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, ദൈവമേ നന്ദി എന്ന് പറയുവാൻ, ജീവിതത്തിൽ എനിക്ക് ലഭിച്ചതിനെല്ലാം നന്ദി എന്ന് പറയുവാൻ ഹൃദയവിശാലത നമുക്കുണ്ടാകണം. നമുക്ക് അഭിമുഖീകരിക്കുവാൻ കഴിയാത്ത ഒരു സങ്കടങ്ങളും ഒരു കണ്ണുനീരും ദൈവം നമുക്ക് തരുന്നില്ല. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ വെളിച്ചം കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് ദൈവം തരുന്ന പരീക്ഷകളെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നത്. സാധു കൊച്ചു കുഞ്ഞുപദേശിയെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കുറിപ്പ് കിട്ടി, മകൻ അസുഖം കൂടുതലാണ്, ഉടനെ വീട്ടിലേക്ക് വരണം. പക്ഷെങ്കില് ആ ഉപദേശി പ്രസംഗമൊന്നും നിർത്തിയില്ല, പ്രസംഗം തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം പ്രസംഗം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ കാണുന്നത് സ്വന്തം മകൻ മരിച്ചു കിടക്കുന്നു, ആളുകളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നു. ആളുകളുടെ ഇടയിൽ കൂടി ആ മനുഷ്യൻ കൈ തകർത്തു മാറ്റിക്കൊണ്ട് അകത്തേക്ക് ചെന്ന് മരിച്ചു കിടക്കുന്ന മകനെ എടുത്ത് വെളിയിലേക്ക് ഇറങ്ങിക്കൊണ്ടുവന്ന് സ്വർഗത്തിലേക്ക് നോക്കി പാടിയ പാട്ടാണ്, ദുഃഖത്തിന്റെ പാനപാത്രം എന്റെ തമ്പുരാൻ എന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ ഞാനത് വാങ്ങിയിട്ട് ഹല്ലേലൂയ, ദൈവമേ നിനക്ക് സ്തുതി, ദൈവമേ നിനക്ക് സ്തുതി എന്ന് പാടും എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ കണ്ണുനീരിന്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോ എപ്പോഴെങ്കിലും നമ്മള് ദൈവമേ നിനക്ക് സ്തുതി എന്ന് പാടുവാൻ നാവ് പൊന്തിയിട്ടുണ്ടോ? അനേകര് പള്ളിയെയും പട്ടക്കാരനെയും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് സൗഖ്യം കിട്ടുന്ന രോഗശാന്തിക്കാരുടെ അടുക്കലേക്കും അത്ഭുത സിദ്ധിക്കാരുടെ അടുക്കലേക്കും ഓടിപ്പോകും. ഹൃദയത്തിന്റെ ഉള്ളിൽ തെളിച്ചമുള്ളവർക്കു മാത്രമേ തമ്പുരാൻ നൽകുന്ന അഗ്നിയെ, തമ്പുരാൻ നമുക്കായി കൂട്ടിവെച്ചിരിക്കുന്ന കനലുകളെ കാണുവാനും തിരിച്ചറിയുവാനും സാധിക്കൂ. അനേക രോഗഭാരങ്ങൾ കൊണ്ട് നട്ടം തിരിഞ്ഞൊരു മനുഷ്യനാണ് സാധു കൊച്ചുകുഞ്ഞുപദേശി. കടബാധ്യത കൊണ്ട് വീട്ടിൽ പോലും കേറുവാൻ കഴിയാതിരുന്ന മനുഷ്യനാണ്. സ്വന്തം മകൻ മരിച്ചു കിടക്കുമ്പോഴും ദൈവമേ നിനക്ക് സ്തുതി എന്ന് പാടുവാനുള്ള ഉൾധൈര്യം ഉണ്ടാകണമെങ്കിൽ എത്രമേൽ ദൈവവിശ്വാസിയായിരുന്നു ആ മനുഷ്യനെന്ന് ഓർത്തു പോവുക.
സാജനച്ചൻ, മർത്തോമാ സഭയിലെ സാജനച്ചനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ MP ജോർജ് അച്ഛനെ പോലെയൊക്കെ ഒരു വലിയ പാട്ടുകാരനായ അച്ഛനാണ്. ആ അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. പക്ഷെ അച്ഛൻ എഴുതിയ ഒരു പാട്ട് ഞാൻ പറയാം. ഒരു മഴയും കണ്ടോ, ആ ബാക്കി നിങ്ങളെ പൂരിപ്പിച്ചു. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ അച്ഛൻ ഇങ്ങനെ ഒരു പാട്ട് എഴുതിയത് എന്ന് അച്ഛൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. ക്യാൻസർ രോഗവുമായി മല്ലടിച്ചുകൊണ്ട് വെല്ലൂര് ആശുപത്രിയിൽ ആയിരിക്കുന്ന സമയത്താണ് അച്ഛൻ ഈ പാട്ട് എഴുതുന്നത്. അച്ഛൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, എല്ലാ ദിവസവും കർത്താവിന്റെ തിരുശരീരവും രക്തവും ആഘോഷിക്കുകയും അത് തന്റെ ജനങ്ങൾക്ക് വേണ്ടി പകുത്തു കൊടുക്കുകയും ചെയ്ത ഈ അച്ഛന് ദൈവം എന്താണ് ഇത്രമേൽ രോഗങ്ങളും പീഡകളും കൊടുത്തത്? ക്യാൻസർ എന്ന് പറയുന്ന മാറാരോഗത്തോട് പടവെട്ടി ഇങ്ങനെ നിൽക്കുമ്പോ അച്ഛൻ നിരീശ്വരവാദിയായി ദൈവത്തെ പോലും തള്ളിപ്പറയുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നുപോയി. അച്ഛൻ അനുഭവം പറയുകയാണ്. അച്ഛന്റെ വായിലെ പല്ലുകളെല്ലാം കീമോതെറാപ്പിയുടെ ഭാഗമായി എടുത്തു മാറ്റേണ്ടതായി വന്നു. നമുക്കറിയാം, നമ്മുടെയൊക്കെ വായിലെ പല്ല് ആടിയിരിക്കുന്ന പല്ലാണെങ്കിൽ പോലും ഒരു പല്ലെടുക്കുമ്പോൾ എന്തു വേദനയായിരിക്കും ഉണ്ടാകുക. അച്ഛന്റെ വായിലെ മുഴുവൻ പല്ലുകളും 2 ദിവസത്തെ ഇടവേളക്കകത്ത് എടുത്തു. എന്തു വേദനകളായിരിക്കാം മനുഷ്യൻ തിന്നിട്ടുണ്ടാകുക. കരയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കണ്ണുനീര് വരുന്നില്ല. കണ്ണുനീരിന്റെ ഗ്രന്ഥി പോലും പ്രവർത്തിക്കുന്നില്ല. ജീവിതമാകെ വല്ലാണ്ട് നിരാശയിലേക്ക് കടന്നു പോകുമ്പോ അച്ഛനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി വെറുതെ ഇരിക്കുന്ന സമയത്ത് ദൈവം കൊടുത്ത വരികളാണെന്നാണ് പറയുന്നത്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതെ ഇരുന്നിട്ടില്ല, ഒരു രാവും പുലരാതെ ഇരുന്നിട്ടില്ല. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളുമാകുന്ന കൂരിരുൾ കടന്നു വരുമ്പോ ഓർത്തുപോകുക, ഹൃദയവിശാലതയുള്ളവർക്ക് മാത്രമേ ദൈവത്തിന്റെ വഴിയാണതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്റെ മകൾക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേര് ഹിത എന്നാണ്. എന്താണ് ഈ വാക്കിനർത്ഥം? ഹിത എന്ന് പറഞ്ഞാൽ ഇഷ്ടം, ആഗ്രഹം എന്നൊക്കെയാണ്. ഇതിനപ്പുറം വേറെ വല്ല വാക്കിനർത്ഥമുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഗൂഗിളൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോ നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ എന്ന ഒരു പാട്ടാണ് ആദ്യം കേറി വന്നത്. അതിന്റെ ചരിത്രമൊക്കെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എപ്പോഴാണ് ഈ പാട്ട് പാടുന്നേ? നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ. മരിച്ച വീട്ടിൽ ചെന്ന് ഈ പാട്ട് പാടുവോ? പാടത്തില്ലല്ലേ. കൊച്ചിനെ കല്യാണത്തിന് പാത്തിച്ചിറക്കാൻ നേരത്തും കുഞ്ഞിന്റെ നൂലുകെട്ടിനുമൊക്കെ നല്ല നല്ല സന്ദർഭങ്ങളിലൊക്കെ നമ്മള് സന്തോഷത്തോടെ പാടുന്ന പാട്ടാണ് നിന്റെ ഗീതം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിടണമേ. ഈ പാട്ട് എഴുതുവാനുള്ള സാഹചര്യം എന്താണെന്ന് നോക്കിയപ്പോ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, മോശവത്സലം ശാസ്ത്രി എന്ന് പറയുന്ന ഒരു മിഷനറിയാണ്, ഒരു സുവിശേഷ പ്രവർത്തകനാണ് ഈ പാട്ട് എഴുതിയത്. തന്റെ ഏക മകൻ കാട്ടാക്കടയിൽ വെച്ച് പാമ്പ് കടിയേറ്റ് മരിച്ചപ്പോ സ്വന്തം മകനെ കബറടക്കുവാൻ വേണ്ടി ശവക്കോട്ടയിലേക്ക് ശവപ്പെട്ടിയും ചുമന്നുകൊണ്ടു പോകുന്ന സമയത്ത് ആ മനുഷ്യൻ പാടിയ, ദൈവത്തോട് കൈകൾ ഉയർത്തി പാടിയ പാട്ടാണ് നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ എന്ന്. ഏക മകൻ മരിച്ചു കിടക്കുമ്പോഴും ദൈവമേ നിന്റെ വേല ഞാൻ ചെയ്തിട്ടും ഇത്രയും കഷ്ടപ്പാടുകളും നൊമ്പരങ്ങളും എനിക്ക് തന്നത് എന്താ എന്ന് ചോദിച്ച് ദൈവത്തോട് മല്ലടിക്കുവാൻ പോകാതെ ഭക്തനായ മനുഷ്യൻ പാടുകയാണ്, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ. ഉള്ളിൽ തെളിച്ചവും പ്രകാശവും നമുക്കുണ്ടാകുമ്പോഴാണ് ദൈവം കൂട്ടുന്ന കനലുകളൊക്കെ തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. ആ വാചകം, ആ വാക്യം ഞാൻ അവിടെ കൊണ്ട് അവസാനിപ്പിക്കട്ടെ. ദൈവം, യഹോവയായ ദൈവം യോശുവയെ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി പറയുകയാണ്, ഉറപ്പും ധൈര്യവും ഉള്ളവൻ ആയിരിക്കും.
രണ്ടാമത്തെ ഭാഗം ഇങ്ങനെയാണ്. 5-ാം വാക്യം, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. അപ്പൊ ആദ്യം ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ പേടിക്കണ്ട, നീ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം എന്റെ സാന്നിധ്യം കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. രണ്ടാമത് വീണ്ടും യോശുവയെ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി യഹോവയാം ദൈവം പറയുകയാണ്, നിന്റെ പൂർവ്വപിതാക്കന്മാരോട് കൂടെ ഇരുന്ന് നിന്നെ വഴി നടത്തിയതുപോലെ ഞാൻ നിന്നെ വഴി നടത്തും. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ വഴി നടത്തും. നമ്മുടെയൊക്കെ പൂർവ്വപിതാക്കന്മാരെ വളർത്തിയ ഒരു ദൈവം, നമ്മുടെയൊക്കെ പൂർവീക തലമുറയോട് ചേർന്ന് നിന്ന് അവരെ വളർത്തിയ ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. മോശയോട് കൂടെ ഇരുന്ന് മോശയെ ബലപ്പെടുത്തിയവരായ ദൈവം യോശുവയോട് പറയുകയാണ്, നിന്റെ പൂർവീകരെ ഞാൻ എങ്ങനെയാണോ വഴി നടത്തിയത് അതേപോലെ നിന്നെ ഞാൻ വഴി നടത്തും എന്ന്. ദാ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, പൂവിനറിയാമോ വേര് കുടിച്ച കയ്പ്. പൂവിനറിയാമോ വേര് കുടിച്ച കയ്പ്. നമ്മളെയൊക്കെ നമ്മളാക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട എത്രയോ അപ്പനമ്മമാര് ഈ ലോകത്ത് നമുക്കുണ്ട്. അവരോടൊക്കെ കൂടെ ഇരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം തന്നെ പറയുകയാണ്, നിങ്ങളുടെ കൂടെയും ഇരിക്കുമെന്ന്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെയായി ജീവിച്ച തലമുറയായിരുന്നു പണ്ട്. അവരൊക്കെ കുടിച്ച കയ്പാണ് ഇന്ന് നമ്മളൊക്കെ എന്തെങ്കിലും അനുഭവിക്കുന്ന മധുരമെന്ന് പറയുന്നത്. ആരോടും പരാതിയില്ലാതെ, ആരോടും പരിഭവങ്ങളില്ലാതെ എത്രയോ കുഞ്ഞുങ്ങളെയാണ്, എത്രയോ കുടുംബങ്ങളിൽ അപ്പനും അമ്മയും ചേർത്ത് പിടിച്ചത്. ഭക്ഷണം പോലും ഇല്ലാതെ ഇരുന്നൊരു കാലമുണ്ടായിരുന്നു. വെള്ളവും വെളിച്ചവും ഇല്ലാതെ, വാഹന സൗകര്യം പോലും ഇല്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഒന്ന് പാമ്പ് കടിച്ചാൽ എടുത്തോണ്ട് പോകുവാൻ പോലുമുള്ള, ഓടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാനുള്ള വഴിയോ വെളിച്ചമോ വാഹനമോ ഒന്നുമില്ലാതിരുന്നൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ അമ്മമാര്, അമ്മച്ചിമാര് കോഴിയെ ഓടിച്ചിട്ട് മുട്ടയിടിയിപ്പിച്ചും പശുവിന്റെ പിന്നാലെ ഓടിയും മുട്ട വിറ്റും പുളി വിറ്റുമൊക്കെ നമ്മളെ പഠിപ്പിച്ചു വളർത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവരൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച കയ്പാണ് നമ്മളൊക്കെ അനുഭവിക്കുന്ന ജീവിതത്തിന്റെ മധുരമെന്ന് പറയുന്നത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വീരാൻകുട്ടി മാഷിന്റെ ഹൃദയസ്പർശിയായ ഒരു കവിതയുണ്ട്. പരീക്ഷ എന്നാണ് ആ കവിതയുടെ പേര്. മഴയത്ത് ഒരില ചൂടി നടന്നു പോകുന്നു രണ്ടുപേർ. അവരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന് എങ്ങനെ അറിയാം? കൂടുതൽ നനഞ്ഞതാരെന്ന് നോക്കിയാൽ മതി. രണ്ടുപേർ ഇഷ്ടത്തോടെ ഒരപ്പം പങ്കിട്ട് കഴിക്കുന്നു. അവരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രേമമെന്ന് എങ്ങനെ അറിയാം? അപ്പത്തിന്റെ ചെറുപാതിയിലേക്ക് തിടുക്കപ്പെടുന്ന വിരലുകൾ ആരുടേതെന്ന് നോക്കിയാൽ മതി. 5ഉം 10ഉം ഒക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എത്രയോ രാത്രികളിൽ നമ്മുടെയൊക്കെ അപ്പനമ്മമാർ എനിക്ക് ഭക്ഷണം ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട്, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോയിട്ടുണ്ട്. ചേട്ടനെ പഠിപ്പിച്ചോ, എനിക്ക് പഠിക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദാരിദ്ര്യത്തിന്റെ കാലഘട്ടത്തിൽ പഠിക്കുവാൻ വേണ്ടി സഹോദരങ്ങൾക്ക് വഴിതെളിച്ചു കൊടുത്ത എത്രയോ എത്രയോ ജീവിതങ്ങൾ നമ്മുടെയൊക്കെ വീടകങ്ങളിൽ ഉണ്ടായിരുന്നു. പരിമല തിരുമേനിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവം ഇതിനോട് ചേർത്തു വെച്ച് ഞാനൊന്ന് പറയട്ടെ. പണ്ട് കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഒന്നും ആയിരുന്നില്ല പരിമലപ്പള്ളി. കാടും ദ്വീപും ഒക്കെയായിരുന്നു. പാലം പോലും ഉണ്ടായിട്ടില്ല. ഇരുട്ട് നിറഞ്ഞ പ്രദേശമായിരുന്നു പരിമലപ്പള്ളി. വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ, മഴവെള്ളം ഒലിച്ചു വരുമ്പോൾ
വിഷം തീണ്ടുന്ന പാമ്പുകളൊക്കെ ആ പ്രദേശത്ത് പതിവായി വരുമായിരുന്നു. പരിമല തിരുമേനിയുടെ ഡയറിയിൽ 1896 നവംബർ 24 തീയതി പരിമല തിരുമേനി എഴുതിയ ഒരു ഡയറിയിൽ ഒരു സംഭവം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. രാത്രി 9 മണി കഴിഞ്ഞു. സൂതാറ കഴിഞ്ഞ് കിടക്കുവാൻ പോകുന്ന സമയത്ത് ശബ്ദം കേട്ട് തിരുമേനി മച്ചിന്റെ മുകളിലേക്ക് നോക്കുമ്പോ ഒരു വിഷപ്പാമ്പ് ഇങ്ങനെ എഴഞ്ഞു പോകുന്നു. ഷമാശന്മാരെയും സഹായികളെയും വിളിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം അവര് രാവിലെ മുതലുള്ള പണിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് കിടക്കുകയാണ്. അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിക്കൊണ്ട് തിരുമേനി അവരെ വിളിക്കാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. ആ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഈ കറുത്ത നാഗം വിഷം ചീറ്റുന്ന പാമ്പാണെങ്കിൽ പോലും ഇതെന്നെ ദംശിക്കുമെന്ന് തോന്നുന്നില്ല. എന്റെ കർത്താവിന്റെ തിരുശരീരവും രക്തവും എന്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഈ വിഷം എനിക്ക് ഏൽക്കുകയില്ല എന്ന് പിതാവേ സമാധാനം നിറഞ്ഞ ഉറക്കം തരണമേ എന്ന് ആ ഡയറി കുറിപ്പിൽ എഴുതി വെച്ചിട്ട് ആ തിരുമേനി കിടന്നുറങ്ങുകയാണ്. ഞാനിവിടെ സൂചിപ്പിച്ചത് അങ്ങനെ ഒരു കാലഘട്ടം തിരുമേനിക്കുണ്ടായിരുന്നു. വിഷം ചീറ്റുന്ന പാമ്പുകളും യക്ഷിയും മറ്റ് കക്ഷികളുമൊക്കെ അന്ധകാരവും അടയാളങ്ങളും അതുപോലെ തന്നെ മറ്റ് അന്ധവിശ്വാസങ്ങളുമൊക്കെ കൊടികൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ആ മനുഷ്യൻ പരിശുദ്ധിയോടെ ജീവിച്ചത്. അനേക ജീവിതത്തിൽ മനുഷ്യനെ പോലെ ഒത്തിരി സങ്കടങ്ങളും രോഗഭാരങ്ങളും ഒക്കെ താണ്ടിയാണ് ആ മനുഷ്യൻ ജീവിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെടുകയും അതിന്റെ നൊമ്പരങ്ങളിൽ കൂടിയൊക്കെ കടന്നുപോയ സാധാരണ പച്ച മനുഷ്യനായിരുന്നു പരിമല തിരുമേനി. അപ്പൊ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളും കയ്പുനീരും ഒക്കെ വേണ്ടുവോളം നമ്മളെ പോലെ അനുഭവിച്ച് രുചിച്ചറിഞ്ഞൊരു മനുഷ്യനായിരുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ കബറിടത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ എന്ത് സുഖകരമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഒന്നും പേടിക്കാനില്ലാതെ സുരക്ഷിതമായി നമ്മൾ ആ കബറിന്റെ ചുവട്ടിലോളം എത്തിവെക്കുന്നു. അപ്പൊ പിതാക്കന്മാരൊക്കെ കുടിച്ച കണ്ണുനീരാണ് നമ്മുടെയൊക്കെ ജീവിതത്തെ ബലപ്പെടുത്തിയിരിക്കുന്നത്. പരിമല തിരുമേനിയെ കുറിച്ച് ആ കാലഘട്ടത്തിൽ തിരുമേനിക്കെതിരായി പ്രവർത്തിച്ചിരുന്ന ആളുകൾ പോലും പരിശുദ്ധൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നവീകരണ പ്രസ്ഥാനക്കാര് നമ്മുടെ സഭയെ കീറിമുറിക്കുന്ന സമയത്ത് അവരുടെ നേതാക്കന്മാർ പോലും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, കേസിന്റെ പിന്നാലെ നടക്കുന്ന പുലിയേക്കാളും പേടിക്കേണ്ടത് മുട്ടുമേ നിൽക്കുന്ന ചാത്തുരുത്തിയാണ്. കേസുമായിട്ട് പിന്നാലെ നടക്കുന്ന, സെമിനാരി കേസുമായിട്ട് പിന്നാലെ നടക്കുന്ന മലങ്കര മെത്രാപ്പോലീത്തായിരുന്ന പുലിക്കോട്ടിൽ തിരുമേനിയേക്കാളും പേടിക്കേണ്ടത് പ്രാർത്ഥന കൊണ്ട് മുട്ടുമേൽ നിൽക്കുന്ന പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയെ ആയിരുന്നു എന്ന്. ആ പിതാക്കന്മാരൊക്കെ കുടിച്ച കണ്ണുനീരാണ്, അവരൊക്കെ കുടിച്ച കയ്പാണ് ഈ സഭയെ ഇന്നത്തോളം ദൃഢതയോടെ ഒരു പൂവിനെ പോലെ ശോഭിക്കുവാൻ ഇടയാക്കിയതെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും ഭാരതത്തിന്റെ തന്നെ പ്രഥമ പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിക്ക് ജന്മം നൽകിയ അതേ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലാണ് ഞാനും ജനിച്ചു വീണതെന്നുള്ളത് എന്റെയൊക്കെ പൂർവ്വപിതാക്കന്മാരുടെ, നമ്മുടെയൊക്കെ പൂർവ്വപിതാക്കന്മാരുടെ സുഹൃത ജീവിതത്തിന് ദൈവം നൽകിയ അനുഗ്രഹമായിരിക്കും. ആ പിതാക്കന്മാരൊക്കെ നമ്മളെയൊക്കെ വളർത്തുവാൻ വേണ്ടി കുടിച്ച കണ്ണുനീരും കയ്പനുഭവങ്ങളും നമ്മളൊന്ന് ഓർത്തുപോകണം. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ അവസ്ഥ നമ്മുടെ തലമുറകളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് വളർത്തണം. ജീവിതാനുഭവങ്ങളിൽ കയ്പു നിറഞ്ഞ അനുഭവങ്ങളും ഉണ്ടെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് വളർത്തണം. കുഞ്ഞുങ്ങൾ ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കും. വില കൂടിയ മൊബൈൽ ഫോണും വാഹനങ്ങളും എല്ലാം. കോളേജ് അധ്യാപികയായ ഒരു അമ്മ 9ാം ക്ലാസ്സുകാരന് ഒരു വില കൂടിയ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തു. യാദൃശ്ചികമായി ഫോണൊന്ന് പരിശോധിച്ചപ്പോ അമ്മ കണ്ടത്, അമ്മ വസ്ത്രം മാറുന്ന രംഗം ചിത്രീകരിച്ചു വെച്ചിരിക്കുന്ന 9ാം ക്ലാസ്സുകാരൻ മകന്റെ അഭ്യാസമാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്തത് കൊണ്ട് കാര്യമായില്ല.
നമ്മുടെയൊക്കെ വീടകങ്ങളിലെ ചെറിയ ചെറിയ നൊമ്പരങ്ങളും ചെറിയ ചെറിയ കണ്ണുനീരുകളും ചെറിയ ചെറിയ സങ്കടങ്ങളും ഒക്കെ ആ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാനും അവർക്ക് വേണ്ടി കരയുവാനും മുട്ടുമേൽ നിൽക്കുവാനും നമുക്കൊക്കെ സാധിക്കണം. മാതാപിതാക്കന്മാരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ഒഴുക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഉണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ഒഴുക്കുവാൻ ഉണ്ടോ? അപ്പനെയും അമ്മയെയും കണ്ട് കുഞ്ഞു വളരുന്നുണ്ട്. ഒരു വലിയ വീടിന്റെ കാർന്നവർ വലിയ അഭിമാനത്തോടുകൂടി ചാരുകസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പച്ചന്റെ വിചാരം മക്കളൊക്കെ വലിയ സ്നേഹമാണ്, വലിയ ബഹുമാനമാണ്, ആദരവാണ്. ആ വീട്ടിലെ കൊച്ചുമകൻ ഓടി വന്നിട്ട് ഈ അപ്പച്ചനോട് ചോദിക്കുകയാണ്, അപ്പച്ച കണ്ണൊന്നടച്ചേ. അപ്പച്ചൻ വിചാരിച്ചു ഇപ്പം വല്ല ബോംബ് പൊട്ടിക്കാനാണോ, ഇപ്പോഴത്തെ പിള്ളേരല്ലേ, വിശ്വസിക്കാൻ പറ്റുകയില്ല. കണ്ണടയ്ക്കാൻ പറഞ്ഞു. അപ്പച്ചൻ കണ്ണടച്ചു. ഈ കുഞ്ഞിനോട് അപ്പച്ചൻ ചോദിക്കുക, മോനെ ഞാൻ കണ്ണടച്ചല്ലോ, എന്തിനാ നീ കണ്ണടയ്ക്കാൻ പറഞ്ഞേ? അതോ അമ്മ പറയുന്നത് കേട്ടു, അപ്പാപ്പന്റെ കണ്ണടഞ്ഞാലേ വീട്ടിൽ സമാധാനം ഉണ്ടാകൂ എന്ന്. അപ്പച്ചന്റെ കണ്ണൊന്ന് അടച്ചു നോക്കിക്കേ, സമാധാനം വന്നു എന്ന് ഞാനൊന്ന് കാണട്ടെ. വീട്ടിൽ പറയുന്ന ഓരോ വാക്കുപോലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഹൃദയത്തിൽ എഴുതി വെക്കുന്നുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒഴുക്കുവാൻ നിങ്ങൾക്ക് കണ്ണുനീരില്ലെങ്കിൽ, ആ തലമുറയെ ദൈവവിശ്വാസം പഠിപ്പിക്കുവാൻ നിങ്ങൾക്കില്ലെങ്കിൽ, മക്കളെ ഓർത്ത് കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാണാമറയത്തുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് വീടകങ്ങളിൽ ഇരുന്ന് നിലവിളിക്കുന്ന കരയുന്ന നമ്മുടെ അമ്മമാരുടെ കാൽമുട്ടിന്റെ പ്രാർത്ഥനയുടെ തഴമ്പിലാണ്. കാണാമറയത്തുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് വീടകങ്ങളിൽ ഇരുന്ന് മുട്ടുമേൽ നിന്ന് കരയുന്ന, മക്കൾക്കു വേണ്ടി കണ്ണുനീരോടെ നിലവിളിക്കുന്ന അമ്മമാരുടെ കാൽമുട്ടിന്റെ തഴമ്പിലാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 21-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ ഹാഗാറിനെ കുറിച്ച് കാണുന്നുണ്ട്. മരണത്തെ തേടി നടന്നൊരു പെൺകുട്ടിയായിരുന്നു. തന്റെ കുഞ്ഞുമായിട്ട് മണലാരുണ്യത്തിലേക്ക് മരണം തേടി പോകുന്ന സമയത്ത്, എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ നിൽക്കുന്ന സമയത്ത് അവൾ കരഞ്ഞ് ദൈവത്തോട് നിലവിളിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഹാഗാറിന്റെ കണ്ണുനീര് യഹോവയുടെ തുരുത്തിയിലെത്തിയപ്പോൾ ദൈവം ഹാഗാറിന്റെ കുഞ്ഞിനെ കണ്ടു. ശ്രദ്ധിച്ചു കേൾക്കണം, ഹാഗാറിന്റെ കണ്ണുനീര് ദൈവത്തിന്റെ തുരുത്തിയിലെത്തിയപ്പോൾ ദൈവം ഹാഗാറിനെ കണ്ടു എന്നല്ല പറയുന്നത്, ഹാഗാറിന്റെ കുഞ്ഞിനെ കണ്ടു എന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെ കണ്ണുനീര് ദൈവത്തിന്റെ തുരുത്തിയിൽ എത്തണമെങ്കിൽ, ആ തുരുത്തിയിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം കാണുകയുള്ളൂ. പണ്ടത്തെ വല്യച്ഛന്മാരൊക്കെ പറയും, പ്രാർത്ഥിക്കുന്ന സമയത്ത് കുഞ്ഞിനെ മടിയിൽ വെച്ച് പ്രാർത്ഥിക്കണം. അമ്മയുടെ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങി ആ കുഞ്ഞിന്റെ മടിയിലേക്ക്, തലയിലേക്ക് വീഴണം. കണ്ണുനീരിന്റെ സന്തതി ഇന്നോളം നഷ്ടപ്പെട്ടു പോയിട്ടില്ല. യോശുവയെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് യഹോവയാം ദൈവം രണ്ടാമതായി പറയുകയാണ്, നിന്റെ പൂർവീകരോടൊപ്പം കൂടെ ഇരുന്നതുപോലെ, മോശയോടൊപ്പം ഇരുന്നതുപോലെ ഞാൻ നിന്നോടൊപ്പം ഇരിക്കും. മൂന്നാമതായും അവസാനമായും ഒരു വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 7-ാം വാക്യവും 8-ാം വാക്യവും. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണത്തെ അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ചെല്ലുന്നിടത്തൊക്കെ ഇന്ന് ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകുകയും അരുത്. യോശുവയോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നോടൊപ്പം ഇരിക്കാം, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഈ ന്യായപ്രമാണത്തെ നീ ചങ്കോട് ചേർത്ത് വെക്കണം. ന്യായപ്രമാണം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവിന്റെ വചനങ്ങൾ അടങ്ങിയ വേദപുസ്തകമാണ്. ഈ വേദപുസ്തകം നമ്മൾ ചങ്കോട് ചേർത്ത് വെക്കണം. തമ്പുരാന്റെ വചനങ്ങളൊക്കെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. അത് വിട്ടിടത്തോട്ടും വലത്തോട്ടും പോകാതെ ഇരുന്നാൽ യഹോവയാം ദൈവം പറയുകയാണ്, നിന്നോടൊപ്പം ഞാൻ ഉണ്ടാകും.
ജോഷുവാച്ചൻ തന്റെ ഭാര്യയെ കുറിച്ച് ഓർമ്മിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവളോട് ചോദിച്ചു, നീ എത്ര പ്രാവശ്യം വേദപുസ്തകം വായിച്ച് തീർത്തിട്ടുണ്ട്? ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ എത്ര വട്ടം തീർത്തിട്ടുണ്ട്? കൊച്ചമ്മ പറഞ്ഞു, എത്രേ? എണ്ണിയിട്ടില്ല, 15 പ്രാവശ്യത്തിൽ കൂടുതലുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. തിരക്ക് പിടിച്ച ഡോക്ടറായി, DMO ഒക്കെ ആയി, പെൻഷൻ പറ്റിയ ഒരു കൊച്ചമ്മ, അതിനേക്കാളൊക്കെ ഉപരിയായി ഒത്തിരി തിരക്കുള്ള ഒരു അച്ഛനെ ശുശ്രൂഷിക്കുന്ന ഒരു കൊച്ചമ്മ. ആ കൊച്ചമ്മ 10-15 പ്രാവശ്യം വേദപുസ്തകം ആദ്യോടന്തം വായിച്ചു തീർത്തു എന്ന് പറയുമ്പോ നമ്മൾ പറയും, ജോഷുവാച്ചന്റെ ഭാര്യയല്ലേ? അതിനെന്നാ? ഈ ന്യായപ്രമാണത്തെ നമുക്ക് മുറുകെ പിടിക്കുവാൻ കഴിയുമെങ്കിൽ ദൈവം തീർച്ചയായും നമ്മുടെ കൂടെയിരിക്കും. ടാഗോറിനെ കുറിച്ചൊരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ടാഗോർ ഗീതാഞ്ജലി എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ കൃതി എഴുതി നമ്മുടെ രാജ്യത്തിന് നോബൽ സമ്മാനം നേടിക്കൊണ്ടുവന്ന ഒരു മഹാനായ സാഹിത്യകാരനാണല്ലോ. അദ്ദേഹം മരിക്കുവാനായിട്ട് കിടക്കുന്ന സമയത്ത് കരയുകയാണ്, വിങ്ങി പൊട്ടി കരയുകയാണ്. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ വന്ന് ചോദിക്കുകയാണ്, എന്തിനാണ് അങ്ങിങ്ങനെ കരയുന്നത്? ഇത്രയും സാർത്ഥകമായ ജീവിതം, അർത്ഥപൂർണമായ ജീവിതം വേറെ ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? രാജ്യത്തിന് വേണ്ടി പരമോന്നതമായ സമ്മാനം വരെ വാങ്ങിച്ച് ഇത്രയും പ്രശസ്തിയിൽ നിൽക്കുന്ന മനുഷ്യൻ ഇങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ എന്തിനാണ് വായിട്ട് കരയുന്നത്? അതിനുത്തരമായി ടാഗോർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ തന്നെ കവിതയിലെ 2 വരികളാണ്. പാടണമെന്നോർത്ത ഗാനം ഇന്നോളം ഞാൻ പാടിയിട്ടില്ല. പാടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്ന ഗാനം ഇന്നോളം ഞാൻ പാടിയിട്ടില്ല. വാദ്യോപകരണത്തിന്റെ തന്ത്രികൾ മുറുക്കിയും അഴിച്ചും ഞാൻ എന്റെ ദിവസങ്ങൾ പാഴാക്കി കളഞ്ഞു. വാദ്യോപകരണത്തിന്റെ തന്ത്രികൾ അഴിച്ചും മുറുക്കിയും ഞാൻ എന്റെ ജീവിതം പാഴാക്കി കളഞ്ഞു. ആരോഗ്യമുള്ള കാലത്ത് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെക്കണം. ഒന്നും ചെയ്യുവാൻ കഴിവില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോ, പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കുമ്പോ നമുക്ക് കൂട്ടിന് എന്തെങ്കിലും ബലമായിട്ട് വേണ്ടേ? വേദപുസ്തകത്തിലെ വാചകങ്ങളൊക്കെ കാണാതെ ഇങ്ങനെ ചൊല്ലിപ്പഠിക്കണം. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആരോഗ്യമൊക്കെ ക്ഷയിക്കും. പള്ളിയിൽ പോകുവാനോ പ്രസംഗിക്കുവാൻ കേൾക്കുവാനോ ഒന്നും നമുക്ക് ആരോഗ്യവും അവസ്ഥയും ഒന്നും ഒക്കുകയില്ലായിരിക്കും. അപ്പൊ ദൈവത്തോട് ചൊല്ലിപ്പറയുവാൻ എന്തെങ്കിലുമൊക്കെ 2 സങ്കീർത്തനങ്ങൾ പഠിച്ചു വെച്ചാൽ നമ്മുടെ ജീവിതത്തിന് അത് എന്നും കൂട്ടായിരിക്കും. ഈ TC ജോണച്ചന്റെ അവസാന കാലഘട്ടത്തിൽ ഞാൻ ഈ അച്ഛന്റെ കൂടെ തഴക്കര സെമിനാരിയിൽ കുർബാനയ്ക്ക് സഹായിക്കാൻ പോകുമായിരുന്നു. അപ്പൊ അച്ഛൻ ഇങ്ങനെ തക്സാ ചൊല്ലുന്നത് കാണാതെ കണ്ണു അടച്ചാ ചൊല്ലുന്നത്. നമ്മൾ എന്തോ ചെയ്യണം? ഈ കൈവിരൽ ഇങ്ങനെ ഓടിച്ചു വെക്കണം. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോൾ വരി തെറ്റിപ്പോയാൽ നമ്മളെ വഴക്ക് പറയും. അപ്പൊ ഈ ജോണച്ചൻ ഈ തക്സ എല്ലാം കാണാപ്പാടവാ. അപ്പൊ അച്ഛൻ ഇങ്ങനെ പറയും, തക്സ കാണാതെ പഠിച്ചു വെക്കും ഞാൻ. എന്തിനാ അച്ഛാ? ചൊല്ലിയ പോരെ? വയ്യാതെ വരും, പള്ളിയിൽ പോകാൻ വയ്യാതെ വരും, അന്നേരം എനിക്ക് കണ്ണു കാണാൻ വയ്യാതെ വരും, ആരോഗ്യം ക്ഷയിക്കും. അപ്പൊ എനിക്ക് ചൊല്ലണമെങ്കിൽ ഞാൻ ഇന്നേ കാണാതെ പഠിക്കണം. അന്ന് എനിക്ക് തിരിച്ചു നോക്കുമ്പോ കണ്ണു കാണത്തില്ലെങ്കിൽ, വാക്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിൽ, അക്ഷരങ്ങളൊക്കെ മറന്നുപോയെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അച്ഛൻ എനിക്ക് തോന്നുന്നു 1ഓ 2ഓ ക്രമം ഇങ്ങനെ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അവസാനം കാണാൻ ചെല്ലുമ്പോഴീ തക്സ കുർബാനയൊന്നും ചൊല്ലാൻ ആവതില്ലാത്ത സമയത്തും അച്ഛൻ ഇങ്ങനെ പരിമലയിലെ കുർബാന വെച്ചിട്ട് തക്സ ഇങ്ങനെ നോക്കി ഞായറാഴ്ച ഇങ്ങനെ മറിച്ച് ചൊല്ലുന്നത് കാണാം. അവസാനം വയ്യാണ്ട് ആശുപത്രി കിടക്കുമ്പോഴും കാണാതെ ഇങ്ങനെ ഞായറാഴ്ചകളിൽ ഇങ്ങനെ തക്സ ചൊല്ലിക്കേൾക്കുന്നത്, ഒരു വരി പോലും വിടാതെ ചൊല്ലിക്കേൾക്കുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതകാലാവസാനങ്ങളിൽ നമുക്ക് കൂട്ടായിരിക്കുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളായിരിക്കും. ആ വചനത്തെ, ന്യായപ്രമാണത്തെ മുറുകെ പിടിച്ചാൽ യഹോവയായ ദൈവം തരുന്ന ഉറപ്പാണ്. ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കുക. ജീവിതത്തിൽ നിനക്ക് മുന്നേറുവാൻ സാധിക്കും. ഈ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചത് യോശുവയോട് യഹോവയാം ദൈവം പറയുന്ന ഒരു വാചകത്തെ കുറിച്ചാണ്. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുക. ഹൃദയഭാരങ്ങൾ കൊണ്ട് തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നവരെ, പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നവരെ,
മാറാത്ത രോഗഭാരങ്ങളുമായി എന്നെ കേൾക്കുന്നവരെ, തമ്പുരാൻ നമുക്ക് തരുന്ന ഉറപ്പാണ്, ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കുക. നിങ്ങളുടെ പിതാക്കന്മാരെ വഴി നടത്തിയവനായ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ന്യായപ്രമാണത്തെ മുറുകെ പിടിക്കുക, തീർച്ചയായും ഞാൻ നിങ്ങളെ ബലപ്പെടുത്തും. അല്പസമയം ദൈവവചനം പറയുവാൻ അവസരം തന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന പ്രിയപ്പെട്ട മനോജച്ചനോടുള്ള വാക്കുകൾക്ക് അതീതമായ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. സ്തുതിയും പുകഴും കാതീശും പൊന്നുതമ്പുരാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ബലഹീനനായ എന്നെയും ഓർക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ.